നമസ്കാരം. കൊല്ലം പത്തനംതിട്ട അതിർത്തിയിൽ ഒരു പ്രദേശമുണ്ട്. പേര് കേട്ടാൽ ആർക്കും കൗതുകം തോന്നും. പാകിസ്ഥാൻ മുക്ക്. ഇതാണ് ആ സ്ഥലത്തിന്റെ പേര്. കടമ്പനാട്ടിൽ നിന്ന് ഏനാത്തേക്കുള്ള ബസ്സുകളുടെ ബോർഡുകളിൽ മറ്റു സ്ഥലപ്പേരുകൾക്കൊപ്പം ഈ പാകിസ്ഥാൻ മുക്കും കാണാൻ സാധിക്കും. പുറത്തുനിന്ന് വരുന്നവർക്ക് എപ്പോഴും കൗതുകം തന്നെയാണ് ഈ പേര്. എന്നാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് പതിറ്റാണ്ടുകളായി കേട്ടും അറിഞ്ഞും വിളിച്ചും പഴകിയ അവരുടെ നാടാണ്. ആ നാടിന്റെ പേരാണ് ഇപ്പോൾ മാറാൻ പോകുന്നത്. പ്രദേശത്തിന് ഐവർകാല എന്ന പേര് നൽകാനാണ് ധാരണയായിരിക്കുന്നത്. ചരിത്രപരമായി ഈ പ്രദേശം അറിയപ്പെട്ടിരുന്ന പേരും കൂടിയാണ് ഐവർകാല. CPM ഭരിക്കുന്ന പഞ്ചായത്താണ് കുന്നത്തൂർ. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യത്തുണ്ടായ വികാരം ഉൾപ്പെടെ കണക്കിലെടുത്താണ് ഈ പേരുമാറ്റം എന്നാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനേഷ് കടമ്പനാട പറയുന്നത്. പാകിസ്ഥാൻ മുക്കുന്ന പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് BJP നേതാവും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ KG അനീഷ്യ കുന്നത്തൂർ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഭരണസമിതി ചേർന്ന് നിവേദനം ചർച്ച ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഭരണസമിതിയിലെ 17 അംഗങ്ങളും ഏകകണ്ഠമായി പേര് മാറ്റണമെന്ന ആവശ്യം അംഗീകരിക്കുന്നത്. കടമ്പനാട്ടിൽ നിന്ന് ഏനാത്തേക്കുള്ള വഴിയിൽ 2 കിലോമീറ്റർ പിന്നിട്ടാൽ പാകിസ്ഥാൻ മുക്കായി. കടകളുടെ ബോർഡുകളിലും പോസ്റ്ററുകളിലും ബാനറുകളിലും പാകിസ്ഥാൻ മുക്ക് കാണാൻ സാധിക്കും. കൊല്ലം കുന്നത്തൂർ താലൂക്കിലെ ഐവർകാല പടിഞ്ഞാറ് വടക്ക് വാർഡിലാണ് പാകിസ്ഥാൻ മുക്ക് സ്ഥിതി ചെയ്യുന്നത്. പഴമക്കാരുടെ ഓർമ്മകളിലടക്കം നാട്ടുപേര് പാകിസ്ഥാൻ മുക്കെന്നാണ്. ഇങ്ങനെ ഒരു പേര് വരാനുള്ള കാരണത്തെക്കുറിച്ച് അവർക്കൊന്നും വ്യക്തമായി അറിയില്ല. ഏതാണ്ട് 70 വർഷത്തിലേറെയായി ഈ നാട് പാകിസ്ഥാൻ മുക്കാണ്. മിക്കപ്പോഴും സർക്കാർ രേഖകളിലും വിളിപ്പേര് ഇങ്ങനെ തന്നെ. പേരുമാറ്റാനുള്ള ഭരണസമിതിയുടെ തീരുമാനം ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾക്കും സർക്കാരിനും സമർപ്പിക്കുമെന്നും തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ മുക്കുന്ന പേരുമാറ്റാൻ നേരത്തെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ശ്രമവും നടത്തിയിരുന്നു. അന്ന് പ്രിയദർശിനി ജംഗ്ഷൻ എന്ന പേര് മാറ്റാനായിരുന്നു ശ്രമം നടത്തിയത്. എന്നാൽ ആ നീക്കം പരാജയപ്പെട്ടിരുന്നു എന്ന് പഞ്ചായത്തിലെ കോൺഗ്രസ് പ്രതിനിധി രാജൻ നെട്ടിശ്ശേരി ചൂണ്ടിക്കാട്ടി. ചിലർ ശാന്തിസ്ഥാൻ എന്ന പേരും നൽകിയിരുന്നു. പുതുതായി തുടങ്ങിയ കടയ്ക്ക് ശാന്തിസ്ഥാൻ എന്ന പേര് നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. തലമുറകളുടെ മനസ്സിൽ പതിഞ്ഞുപോയ ഈ നാടിന്റെ പേര് പാകിസ്ഥാൻ മുക്കെന്ന് തന്നെയാണ്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ആ പേരാണ് ഇപ്പോൾ മാറാൻ പോകുന്നത്.